ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുണ്ടായി, വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം വിജയകരമാക്കി മാറ്റുന്നതിന് വേണ്ട അറിവിൻ്റെ വെറും 15% ലഭിക്കുന്നുള്ളൂ എന്ന്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. എന്നാടാ പഠിക്കാതെ അധ്യാപകർ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ നല്ലൊരു പോയിന്റ് കിട്ടിയല്ലോ എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും കുട്ടികളുടെ മനസ്സിലെ ചിന്തകൾ. ഒരിക്കൽ ഞാൻ കോട്ടയത്തെ ഒരു പ്രമുഖ കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്ലാസ് എടുത്തപ്പം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായിട്ട് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി, ഇന്ന് ഈ കുട്ടികളുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ കുട്ടികൾക്ക് എൻ്റെ മനസ്സ് പോലെയാണ്, ഇങ്ങനെ ചഞ്ചാടിക്കൊണ്ടിരിക്കും. ഏതൊരു കാര്യം പറഞ്ഞാലും അറ്റവും മുറിവാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടാണ് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു കാര്യങ്ങളും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഭാഗികമായ അറിവോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കുക. അതിന് തീർച്ചയായിട്ടും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കിട്ടാവുന്ന കാര്യങ്ങൾ യഥാവിധം ശരിയായ വണ്ണം മനസ്സിലാക്കി വേണം നമ്മൾ ഒരു ഡിസിഷനിലേക്കോ അല്ലെങ്കിൽ അതിലേക്കൊരു ആക്ഷനിലേക്ക് നമ്മൾ പോകുവാൻ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായിട്ട് കേട്ടൊരു വിദ്യാർത്ഥി വീട്ടിൽ പോയിരുന്നത് ഭയങ്കര ടി വി ആണല്ലോ. ഉടനെ അപ്പം പറഞ്ഞു പോയിരുന്ന് പഠിക്കട്ടെ, അതിനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കരുതെന്ന്. ഉടനെ ഇവൻ അപ്പൻ്റെ ഇരിക്കുന്ന 2 ഡയലോഗ്. അപ്പൻ എന്നാ അറിയാം, അപ്പം അപ്പൻ്റെ കാലമൊന്നുമല്ല. ഇന്ന് ഞങ്ങൾക്കൊരു ബിനുസാറ് ക്ലാസ് എടുക്കാൻ വന്ന് സാറ് പറഞ്ഞ് വിദ്യാഭ്യാസം കൊണ്ടൊരു കാര്യമില്ല, നല്ല പേഴ്സണാലിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പൻ്റെ ഇരിക്കുന്ന 4 ഡയലോഗായി. അപ്പൻ ഉടനെ പ്രിൻസിപ്പളിനെ വിളിച്ചു ഉഴപ്പാൻ എന്നാ കൊണ്ട് മാർഗം നോക്കിയിരിക്കുന്ന ഇവൻ്റെയൊക്കെ മുമ്പിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഏത് കക്ഷിയാണ്, എവിടെ നിന്ന് കിട്ടിയെന്ന്. അതിന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം സൈമൾട്ടേനിയസ്ലി നല്ല ഒരു പേഴ്സണാലിറ്റി ആയി മാറേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഘടകം എന്ന കാര്യം മനസ്സിലാക്കുക. അന്നേരം ഈ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ വരുന്നതിനെ പറ്റി പറഞ്ഞപ്പം എൻ്റെ നാട്ടിലുണ്ടായ ഒരു സംഭവം ഓർമ്മ വരികയാണ്. എൻ്റെ നാട് കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറയുന്ന സ്ഥലമാണ്. മണിമല ഹോളി മേജ് ഫൊറോന പള്ളിയാണ് എൻ്റെ ഇടവക പള്ളി. വർഷങ്ങൾക്ക് മുമ്പേ ആ പള്ളിയിലെ വികാരിയച്ഛനായിട്ട് വന്നത് ഫാദർ ജോർജ് കൂടത്തിൽ അച്ഛൻ എന്ന അച്ഛനായിരുന്നു. അച്ഛൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ കാര്യം മനസ്സിലായി. ഈ മണിമല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എങ്കിലും ഒത്തിരി പേർ അവിടെ മദ്യത്തിന് അടിമകളാണ് എന്ന് അച്ഛന് മനസ്സിലായി. അച്ഛൻ ഈ മദ്യവിരുദ്ധ മുന്നണിയുടെയൊക്കെ വലിയ സജീവ പ്രവർത്തകനായിരുന്നു. അച്ഛൻ ജാതി മത ഭേദമന്യേ ഈ മദ്യപാനികളായ ആൾക്കാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അവരോടൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിമേടയിലെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഇവർ ഒന്നിച്ചു കൂടും. അച്ഛൻ്റെ പരിശ്രമഫലമായിട്ട് ഒത്തിരി പേർ ഈ മദ്യപാനത്തിൽ നിന്നും മോചിതരായി. ഈ മദ്യപാനികൾക്ക് വേണ്ടി ചാലക്കുടിക്കാരനെ പ്രശസ്ത ഡോക്ടറെ കൊണ്ടുവന്നിട്ട് മദ്യപാനത്തിൻ്റെ ദൂഷിത വശങ്ങളെപ്പറ്റി ഒരു ഹാഫ് ഡേ ക്ലാസ് സംഘടിപ്പിച്ചു. വളരെ മനോഹരമായൊരു ക്ലാസ്സൊക്കെ ആയിരുന്നു. ക്ലാസ് തീരാറായപ്പം ഡോക്ടർ വിചാരിച്ചു ഒരു ഡെമോൺസ്ട്രേഷനിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഇച്ചിരി എഫക്റ്റീവ് ആകുമല്ലോ എന്ന് തോന്നിയ ഡോക്ടർ 2 ക്ലാസ്സുകളെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഒരു ക്ലാസ്സിനകത്ത് 1/2 ഗ്ലാസ് മദ്യമൊഴിച്ചു, മറ്റേ ക്ലാസ്സിനകത്ത് 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു. എന്നിട്ട് 2 എർത്തുപോയമുകളെ 2 വിരകളെ കൊണ്ടുവന്നിട്ട് ഓരോ ക്ലാസ്സിലും ഓരോ വിരയിട്ടു. മദ്യമൊഴിച്ച ക്ലാസ്സിൽ ഒരു വിരയിട്ടു, പച്ചവെള്ളം ഒഴിച്ച ക്ലാസ്സിലും ഒരു വിരയിട്ടു. എന്നിട്ട് ഈ മദ്യപാനികളോട് പറഞ്ഞു, ഈ വിരകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുവാൻ പറഞ്ഞു. വെള്ളത്തിലിട്ടവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അത് വളരെ ഹാപ്പിയായി വെള്ളത്തിലൂടെ ഓടി നടന്നു. എന്നാൽ മദ്യത്തിലിട്ട വിതിനെ സെക്കൻഡ് കൊണ്ട് ചത്തുമരന്നു. ഉടനെ ഡോക്ടർ ചോദിച്ചു, ഇതിൽ നിന്നും നിങ്ങൾ എന്തു മനസ്സിലാക്കി എന്ന്. ഒരു മദ്യപാനി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഡോക്ടർ മദ്യം കുടിച്ചാൽ വയറ്റിൽ വിരയുടെ ശല്യം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇതായിരുന്നോ ഡോക്ടർ ഉദ്ദേശിച്ചത്? അല്ലല്ലോ. പക്ഷേ പലപ്പോഴും നമ്മളിൽ പലരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇമാതിരിയാണ് എന്ന് ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു എന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പം ഞാൻ ഇപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ അതിൽ 80% മാന്യമായ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ മാന്യമായ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് തീരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മാത്രം ചൂണ്ടുക. ചിലർക്ക് ആ ഭാഷ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിന്നോട് ഞാൻ
പലവട്ടം പറഞ്ഞു, ഇനി നീ ആവർത്തിച്ചാൽ വിവരം അറിയും. എന്നിട്ടും തീർന്നില്ലെങ്കിൽ മാത്രമേ മാന്യമായ ഭാഷ സംസാരിക്കുക, അത് തീർന്നില്ല എങ്കിൽ ചൂണ്ടി നിർത്തുക നോക്കുക, ഇല്ല എങ്കിൽ മാത്രമേ ലാത്തി എടുക്കുകയോ തോക്കെടുക്കുകയോ ചെയ്യാവൂ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇതുപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാറുള്ളത്. നമ്മുടെ മുമ്പിലൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് മാന്യമായ വാക്കുകൾ കൊണ്ട് തീർക്കുവാൻ, ആ പ്രശ്നങ്ങൾ തീർക്കുവാൻ നമുക്ക് സാധിക്കണം. സംസാരിച്ചാൽ തീരാത്ത ഒരു സംഗതിയും ഈ ലോകത്തില്ല. പക്ഷെങ്കിൽ പലപ്പോഴും ഒരു മാന്യമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകത്തില്ല. നമ്മുടെ ഈഗോ അതിന് തയ്യാറാകത്തില്ല. നമുക്ക് തെറ്റുപറ്റിയാൽ ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളെക്കാളും എത്ര ചെറിയവരോടാണെങ്കിൽ പോലും അത് പറയുവാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഉയരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം കൂടുതൽ ദൃഢമാകുന്നത് അപ്പോഴാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ സോറി പറയേണ്ടടുത്ത് സോറി പറയുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം എന്ന കാര്യം എപ്പോഴും മറക്കാതിരിക്കുക. അന്നേരം തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ അയൽവാസികൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പടക്കം കാണാം, അല്ലെങ്കിൽ പരിഭവം പടക്കം കാണാം, സഹപ്രവർത്തകർ തമ്മിൽ കാണാം, ബന്ധുക്കാർ തമ്മിൽ കാണാം, സുഹൃത്തുക്കൾ തമ്മിൽ കാണാം. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പരിഭവവും ആ പ്രശ്നവും വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഇല്ല, ഉറങ്ങാൻ സാധിക്കത്തില്ല. അതേസമയം അങ്ങോട്ട് ഇടയാവുകയെ അല്ല എടി എന്തുവാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം, അത് അവർ പറഞ്ഞ് നമുക്ക് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളി പൊളിച്ച പോലെ ആയിരിക്കും, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. എന്തൊരു മനസ്വസ്ഥത. ആ രീതിയിൽ പ്രശ്നരഹിതമായ ഒരു ഹാപ്പിനെസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പ്രശ്നരഹിതമായ പ്രശ്നം വരാത്ത ജീവിതമാണെങ്കിൽ പ്രശ്നങ്ങൾ വരും. പക്ഷേ ആ പ്രശ്നവും വെച്ചോണ്ട്, ആ പ്രശ്നവും ചുമന്നുകൊണ്ട് നടക്കാതെ അതിന് ഇന്ന് സൊല്യൂഷൻ സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രം ഉറങ്ങുവാൻ പോകുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഉറക്കം കെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുന്നതല്ലേ. അതിനെല്ലാം കാരണം എന്താണ്? പെട്ടെന്നുള്ള ആവേശം കൊണ്ട് ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം നികൃഷ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, പെട്ടെന്നുള്ള ആവേശം അത് നമ്മുടെ ജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പെട്ടെന്നുള്ള ആവേശം വരുമ്പം ഒരു പൈശാചിക ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ആ പൈശാചിക ശക്തി നമ്മളെ കൊണ്ട് പടുകുഴിയിലേക്ക് തള്ളും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടത് ഒരു പെട്ടെന്നുള്ള ആവേശം ഒരിക്കലും ജീവിതത്തിൽ ഒരു ആക്ഷനിലേക്ക് പോകാതെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം 1 2 3 4 5 5 വരെ ഒന്ന് എണ്ണുക. ആ പൈശാചികശക്തി നമ്മളെ വിട്ടുമാറിയിട്ട് അവിടെ ഒരു ദൈവിക സാന്നിധ്യം ഉടലെടുക്കും. അത് നമ്മളെ ശരിയും തെറ്റും നെല്ലും പതിരും ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നമ്മളിലേക്ക് പ്രതിദാനം ചെയ്യും. ഈ മനസ്സേ എന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയാണ്. ഈ മനസ്സിലൂടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി ചിന്തകൾ ദിനംപ്രതി കടന്നു പോകും. എപ്പോഴും ഓർത്തോളുക, മനസ്സെപ്പോഴും അടിമയും ബുദ്ധി എപ്പോഴും രാജാവുമായിരിക്കണം. അടിമയ്ക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, പറയാം. പക്ഷെ രാജാവിന് അതാണോ? അതല്ല. എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്ത് വേണമെങ്കിലും ചിന്തിച്ചു കൂട്ടാം. ആ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ മനസ്സാകുന്ന അടിമയെ നമ്മുടെ ബുദ്ധിയാകുന്ന രാജാവിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ നമ്മൾ ആക്ഷനിലേക്ക് പോകും. അത് നമ്മുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും. ഒരു ദിവസം ഏതാണ്ട് 36,000 തൊട്ട് 60,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിനെ ഒന്നും തടയാൻ നമുക്ക് സാധിക്കത്തില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ ചിന്തകൾ നമ്മൾക്ക് വരുന്നത്. അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു പക്ഷിക്കൂട്ടം നമ്മുടെ തലയ്ക്ക് മേലൂടെ ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോവുക, അതിനെ തടയാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ അതിലൊരു പക്ഷി പറന്നിറങ്ങി വന്നിട്ട് നല്ല തലയാണ്, കൂട് വെക്കാൻ ബെസ്റ്റ് തലയാണ് എന്ന് വിചാരിച്ച് നമ്മുടെ തലയിലേക്ക് കയറി കൂട് വെക്കാൻ ശ്രമിച്ചാലോ? അതിനെ തടയാൻ നമുക്ക് സാധിക്കത്തില്ലേ? അന്നേരം ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് കൂട് വെക്കാനുള്ള ഇടമായി ഒരിക്കലും നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതിരിക്കുക. ബുദ്ധി എപ്പോഴും രാജാവും
മനസ്സെപ്പോഴും അടിമയുമായിരിക്കണം. ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുവാൻ നാം എടുക്കുന്ന എഫേർട്ടിൻ്റെ 1000 മടങ്ങ് എഫേർട്ട് എടുത്താലും അതിൽ നിന്ന് തലയൂരി പോരുവാൻ ജീവിതത്തിൽ സാധിച്ചു എന്ന് വരത്തില്ല. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയിട്ട് തലയൂരാൻ പറ്റാതെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി കുടുംബം പോലും ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഏത് ദൗർബല്യ നിമിഷത്തിലാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് തോന്നിയത്. ആ നിമിഷത്തെ ആയിരിക്കും ഇപ്പം അവർ ശപിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെങ്കിൽ ആ പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആ ചെയ്തതിൻ്റെ ഒക്കെ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അന്നേരം തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും പറയുകയാണ്, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുവാൻ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ 1000 മടങ്ങ് എഫേർട്ട് എടുത്താലും അതിൽ നിന്ന് തലയൂരി പോരുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക. നമ്മളെന്നും ദൈവത്തോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ എന്നെ പ്രലോഭനത്തിൽ അകപ്പെടുത്തരുതേ എന്ന്. പ്രലോഭനം ആദ്യം വളരെ മനോഹരമാണ്. കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. ഇന്ന് പലപ്പോഴും പല കുട്ടികളും ഈ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോവുകയാണ്. ഈ പല പണ്ടുകുഴിയിലേക്കും വീഴുന്ന അവസ്ഥയാണ് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. മാതാപിതാക്കളാണെങ്കിൽ തന്നെ മക്കളെപ്പറ്റി നമ്മൾ ഓരോരുത്തരും സ്വയം എന്നും മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം, പ്രലോഭനത്തിൽ അകപ്പെടുത്തരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ഓരോ കുട്ടികളെയും റാഞ്ചുവാൻ കണ്ണുകളുമായി ഒത്തിരി കഴുകന്മാർ നമ്മുടെ കുട്ടികൾക്ക് ചുറ്റിനും വട്ടം പറക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. അവർക്ക് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കേണ്ടത് പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുക എന്ന പോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ ആ ചിറകിൻ്റെ അടിയിൽ സംരക്ഷിച്ച് നിർത്തേണ്ടത്, പ്രലോഭനത്തിലകപ്പെടാതെ സംരക്ഷിച്ച് നിർത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. പക്ഷേ പലപ്പോഴും മാതാപിതാക്കളുടെ ചിന്തയുണ്ട്, ഏതെങ്കിലും പ്രശസ്തമായ സ്കൂളിലേക്ക് വിട്ട് ഫീസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നോക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണ്. കുട്ടി മിടുക്കുകയാണെങ്കിൽ എൻ്റെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അക്കക്കേട് പറ്റിയ ഉടൻ തന്നെ അധ്യാപകരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. തൻ്റെ മക്കളുടെ സുരക്ഷിതത്വം സംരക്ഷണം അവനവൻ്റെ അതാത് മാതാപിതാക്കൾക്കാണ് എന്ന കാര്യം മാതാപിതാക്കൾ മറക്കാതെ ഇരിക്കുക. ഈ അടുത്ത കാലത്ത് കേരള സമുദ്രതീരത്തു നിന്നും ഏതാണ്ട് 250 കോടിയുടെ മയക്കുമരുന്നുകൾ പിടികൂടിയുണ്ടായി. ഈ പിടി വരും എന്നറിഞ്ഞപ്പോൾ ഏതാണ്ട് 100-300 കോടിയുടെ മയക്കുമരുന്നുകൾ കടലിൽ താത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് എവിടുന്ന് വരുന്ന, എത്ര പ്രാവശ്യം കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ഒരു പ്രാവശ്യം പിടി വീണത്? ഇത് എവിടുന്ന് കൊണ്ടുവരുന്ന? ഏതാണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങൾ കടന്ന്, വിവിധ കടലുകൾ കടന്ന് എത്രയോ ഉദ്യോഗസ്ഥന്മാരെ കണ്ണു വെട്ടിച്ച് നമ്മുടെ ഈ കൊച്ചു കേരള അതിർത്തിയിൽ ഇതെത്തിച്ചേർന്നത് ആർക്ക് വേണ്ടിയാണ്? ആരിൽ പ്രതീക്ഷ അർപ്പിച്ച, എത്ര ചലഞ്ച് എടുത്ത്, എത്ര റിസ്ക് എടുത്തായിരിക്കും അവരിവിടെ എത്തിച്ചത്? ഇതാർക്ക് വേണ്ടിയാണ്? നമ്മുടെ യൂത്തിന് വേണ്ടി അവരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്, നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ ഇത്രയും റിസ്ക് എടുത്ത് ഇത് ഇവിടെ എത്തിച്ചത്. ഇതിൻ്റെ 1 ഗ്രാമിൻ്റെ വില എത്രയെന്ന് അറിയുമോ? 10,000 രൂപ. പക്ഷെങ്കിൽ അവർ ഡീസൻ്റാണ് കേട്ടോ. ആദ്യത്തെ 1 ഗ്രാം നമുക്ക് ഫ്രീ ആയിട്ട് തരും. അത് 2-3 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അവർ നമ്മളെ പഠിപ്പിച്ച് തരും. ആ 2-3 പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പോറ്റി വളർത്തിയ അപ്പനും അമ്മയും വെറുതെക്കാരെ, അധ്യാപകർ വെറുതെക്കാരെ, സ്വന്തക്കാരും ബന്ധുക്കാരും സമുദായം എല്ലാം അവർക്ക് വെറുതെക്കാരെ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരുടെ ആൻറ്റിമാരും അങ്കിളുമാരായിട്ടും ഇവരങ്ങ് മാറുകയാണ്. നമ്മൾ പിന്നെ കുട്ടികൾ ചെന്ന് നിന്നിട്ട് പറയും, ആൻറ്റി അല്ലേ അങ്കിളേ ഇതില്ലാതെ ഇനിയും പറ്റത്തില്ല. അപ്പോഴും നമ്മുടെ കുട്ടികളെ നിരാശപ്പെടുത്തില്ല കേട്ടോ.
അവർ അന്നേരം സൊല്യൂഷൻ കണ്ടെത്തും. മോനെ അല്ലെ മോളെ, വീട്ടിലെ അമ്മയുടെ സ്വർണ്ണം ഇരിപ്പില്ലേ, ആ പെൺകുളെ ഇരിപ്പുണ്ട്, അല്ലെ ആൻറ്റി ഇരിപ്പുണ്ട്, സ്വർണ്ണപ്പൊട്ടിക്ക് അത് ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്, അതിലൊരു വളയും കൊണ്ടുപോവാ. ആ ഒരു വള വിറ്റ് 50,000 രൂപ കിട്ടും. ആ കൊച്ചിന് അതൊന്നും പ്രശ്നമല്ല. അത് കൊണ്ട് കൊടുത്തു, 1 ഗ്രാം വാങ്ങിച്ചു. അങ്ങനെ വളകൾ തീർന്നു, കമ്മൽ തീർന്നു, മാലകൾ തീർന്നു. അടുത്ത കല്യാണത്തിന് പിന്നെ പോകാൻ വേണ്ടി അമ്മ സ്വർണ്ണപ്പെട്ടി തുറക്കുമ്പോഴാണ് പെട്ടി കാലിയായതെന്ന് അറിയുന്നത്. എത്രയോ അമ്മമാരിങ്ങനെ അബദ്ധം പറ്റി പുറത്തു പറയാൻ പറ്റാതിരിക്കുന്ന എത്രയോ അമ്മമാരെ അറിയുവാൻ സാധിക്കും. അതും തീർന്നു, അമ്മയുടെ സ്വർണവും തീർന്നു എന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഇവർക്ക് ഇതില്ലാതെ പറ്റത്തില്ല. അപ്പോഴും ഇവർ നിരാശപ്പെടുത്തി വിടത്തില്ല. ഈ ആൻറ്റിമാരും അങ്കിളുമാരും ഉണ്ടല്ലോ, ഈ നമ്മുടെ കുട്ടികളെ നിരാശപ്പെടുത്തി വിടത്തില്ല. അവരെന്തരം പറയും, മോനെ അല്ലെ മോളെ, നിൻ്റെ കൂടെ പഠിക്കുന്ന പൈസ ഉള്ള കുട്ടികളില്ലേ, ആ കൊണ്ട് അവൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, അവരിലൊരു 3 പേരെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനുള്ളത് അല്ലെ മോക്കുള്ളത് ഫ്രീ ആയിട്ട് തരും. അവരിവിടെ വന്നൊരു കൂട്ടുകാരൻ്റെ ഇരിക്കെ അവരുടെ ഇരിക്കെ പ്രലോഭനം നടത്തും. എടാ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ നേരിട്ട് പോകും, അങ്ങനെ ആ അനുഭവമാണ് ഈ അനുഭവമാണ് എന്നെല്ലാം പറഞ്ഞ് എരിവ് കയറ്റി അവരെയും ചാക്കിലിട്ട് അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഈ ചങ്ങല, ഈ ചെയിൻ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് വളരെ വ്യാപകവുമായി വല വീശുകയാണ്. ആ വലയ്ക്കകത്ത് നമ്മുടെ ഓരോ കുട്ടികളും വീഴാതിരിക്കാൻ ഏറ്റവും കൂടുതൽ വിജിലൻ്റ് ആകേണ്ടത് മാതാപിതാക്കളാണ് എന്ന കാര്യം മറന്നു പോകാതിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. ഈ മഹാസാഗരത്തിലൂടെ ചെറു തോണിയുമായി തുഴഞ്ഞു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ വിദ്യാർത്ഥികൾ ഈ മഹാസാഗരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ കരയ്ക്ക് നിൽക്കുകയാണ് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ. ഏതാനും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബജീവിതമൊക്കെ ആരംഭിക്കുമ്പോഴത്തേക്കും അവരും ഈ ജീവിതമാകുന്ന ഈ മഹാസാഗരത്തിലേക്ക് ഒരു ചെറു തോണിയിൽ യാത്ര ആരംഭിക്കും. ആദ്യമൊക്കെ തീരപ്രദേശം വഴിയാണ് വഞ്ചി തുഴയുന്നത്. ആദ്യത്തെ ഒരു 1-2 വർഷ കാലഘട്ടം, ഹണിമൂൺ കാലഘട്ടം, തീരപ്രദേശം വഴിയാണ് വഞ്ചി തുഴയുന്നത്. അവിടെ വലിയ ആഴങ്ങളില്ല, കാറ്റില്ല, കൊടുങ്കാറ്റില്ല, തിരമാലകളില്ല. അതിലെ വഞ്ചി തുഴയാൻ വളരെ രസകരമാണ്. അപ്പോൾ അവർ പറയും, ഓ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ടു ബ്യൂട്ടിഫുൾ, ജീവിതം എത്രയോ മനോഹരം, 2 വർഷം മുമ്പ് തന്നെ പെണ്ണ് കെട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ 5-6 വർഷം കഴിയുമ്പോഴത്തേനെ ഈ തീരപ്രദേശം വിട്ട് നമ്മുടെ വഞ്ചി ഒരു നടുക്കടലിൽ ചെന്നിരിക്കും. അപ്പോഴത്തേക്കും ഒരു 1-2 മക്കളൊക്കെ ആയി കാണും. അപ്പോഴാണ് പ്രശ്നം. താഴോട്ട് നോക്കിയാൽ അഗാധമായ ഗർത്തം വെട്ടി വിഴുകാൻ പറ്റുന്ന മത്സ്യങ്ങൾ, സ്രാവുകൾ, തിമിംഗലങ്ങൾ. മുകളിലോട്ട് നോക്കിയാൽ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ. ഇതിലൂടെയൊക്കെ നമ്മുടെ ഈ ജീവിതമാകുന്ന ഈ ചെറു തോണി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം നമുക്കറിയത്തില്ല. നമുക്കാകെ അറിയാവുന്നതാ കുറേ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും മാത്രം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ എല്ലാത്തിനും ഉന്നത മാർക്ക് വാങ്ങി പാസ്സായ പല മിടുമിടുക്കലും ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, കരയ്ക്കെടുത്തിട്ട മീനിൻ്റെ അവസ്ഥ ആവുന്നത്. അതായത് നമ്മൾ എന്തെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും ജീവിതം എന്താണ്, ജീവിത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ നമുക്ക് ലൈഫിൽ വിജയിക്കുവാൻ സാധിക്കത്തില്ല. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.